തെക്രിയാത്ത് പേര് പോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അറബിക് ക്യുസീൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം കേട്ടോ. കോട്ടക്കലുള്ള സൈൻ റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ സൈൻ ലബാനും സൈൻ കഫേയൊക്കെ ഉള്ളത്. അതിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഒരു തെക്രിയാത്ത് ഉള്ളത് കേട്ടോ. കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഫ്ലോറ ഫാൻറ്റസിയയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് റൈഡുകളിലും ഡ്രൈ റൈഡും വെറ്റ് റൈഡിലൊക്കെ കയറി നല്ല ക്ഷീണിച്ച് തിരിച്ചു വരുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഏതൊരു ഹോട്ടലിൽ കയറാൻ നിർത്തി ഇങ്ങനെ തപ്പിയപ്പോഴാണ് ഈ ഒരു തെക്രിയാത്ത് നമ്മൾ ഗൂഗിൾ സെർച്ചിലൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇൻസ്റ്റയിലൊക്കെ കയറി വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും തപ്പി പിടിച്ച് വന്നത് വെറുതെ ആയില്ല. പുറത്തുനിന്നുള്ള ആംബിയൻസേ അപാരം, അടിപൊളി. അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ അകത്ത് കയറിയപ്പോഴുള്ള അവസ്ഥ. ഓവർ ക്രൗഡൊന്നും ഇല്ലായിരുന്നു. നല്ല കാം ആൻഡ് ഫൈൻ ആയിട്ടുള്ളൊരു പ്ലേസ്. പേരിലെ വ്യത്യസ്തത മെനുവിൽ മാത്രമല്ല അവരുടെ ഇൻറ്റീരിയറിലും കാര്യങ്ങളിലും ഒക്കെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കയറിയിരുന്ന ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ മെനു ഒന്ന് മറിച്ച് നോക്കുക എന്നുള്ളതാണ്. എല്ലാവരും തിരക്കിട്ട് മെനു നോക്കുന്നുണ്ട്, ഇവരും നോക്കുന്നുണ്ട്, ഓനെന്താ ഓർഡർ ചെയ്യാമെന്നാവോ. ഏതായാലും തിരിച്ചും മറിച്ചൊക്കെ നോക്കി. പിന്നെ നമ്മൾ ജനസംഖ്യ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പ്ലാറ്ററാണ് ഓർഡർ ചെയ്തത്. അതാകുമ്പോൾ പിന്നെ പ്ലാറ്റർ ആകുമ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും ഒന്ന് ടേസ്റ്റ് വെക്കാനും പറ്റുമല്ലോ. അങ്ങനെ കുറച്ചധികം സമയത്തെ കാത്തിരിപ്പിന് ശേഷം അതാ പ്ലേറ്റ് വന്നിട്ടുണ്ട്. പ്ലേറ്റ് വന്നാൽ പിന്നെ പകുതി സമാധാനമാണല്ലോ. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പ്ലാറ്റേഴ്സും എത്തിയിട്ടുണ്ട് കേട്ടോ. ചിക്കനും മട്ടനും ബീഫും എല്ലാം അടങ്ങുന്ന പ്ലാറ്ററാണ് കേട്ടോ. ബീഫ് റിബ്സും ചിക്കനും മട്ടനും കബാബ്സും അതുപോലെ തന്നെ ഷിഷ് തോക്സും ഗ്രിൽ വെജീസ്, ഫ്രഞ്ച് ഫ്രൈസ്, കുബൂസ്, ഹമ്മൂസ്, മയനൈസ്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് റൈസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. സാധനം വന്നപ്പോൾ ഇതാ ഈ ഒരു കാണുന്ന വീഡിയോ ക്ലിപ്സ് എടുക്കാനുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എല്ലാവരും അവരവൻ്റെ പ്ലേറ്റ് നിറയ്ക്കുന്ന തിരക്കിലാണ്. പിന്നെ ഒരുപാട് വീഡിയോ എടുക്കാൻ നിന്നാൽ എനിക്കൊന്നും നിറയ്ക്കാണ്ടാവില്ലെന്ന് കരുതി ഞാനും മാക്സിമം പ്ലേറ്റൊക്കെ നിറച്ച് വെച്ച്. എല്ലാം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ബീഫൊക്കെ കണ്ടില്ലേ. പക്ഷേ എനിക്ക് ബീഫ് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ മാത്രമേ ബീഫ് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. ആ ഒരു പ്ലാറ്ററും എല്ലാവരുടെ പ്ലേറ്റും ഇതുപോലെ ആവാൻ വേണ്ടിയിട്ട്. ഏതായാലും കുറച്ച് പീസസ് ബാക്കിയുണ്ടായിരുന്നു. അത് ഞങ്ങൾ പാഴ്സലാക്കി എടുത്തും ചെയ്തിട്ടോ. അങ്ങനെ മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പൊതുവേ എല്ലായിടത്തുനിന്നും പെട്ടെന്ന് നമ്മൾ തിരിക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ നിന്ന് എന്തോ അത്ര പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. ഈ ഒരു ആംബിയൻസും കാര്യങ്ങളാണോ എന്നറിയില്ല. എല്ലാം അങ്ങനെ വീഡിയോ എടുക്കാനും അതുപോലെ ഇങ്ങനെ നോക്കിക്കണ്ടിരിക്കാനൊക്കെ ഇങ്ങനെ തോന്നിപ്പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് അറബിക് ഫുഡ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇത് യാതൊരു വിധത്തിലുള്ള പ്രൊമോഷൻ വീഡിയോ അല്ല. നമുക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ റെസ്റ്റോറൻറ്റ് റിവ്യൂസും റെസിപ്പി വീഡിയോസും അതുപോലെ ലൈഫ് സ്റ്റൈൽ വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മളെ പേജും ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.